ഇതാണ് ഒരു അടിപൊളി സ്പെഷ്യൽ റൈസ് ബോൾ. അരിയുണ്ട, മസാല ചേർത്ത അരിയുണ്ട. നമുക്ക് വൈകുന്നേരങ്ങളിൽ ചായക്കൂടെ കൂടെയൊക്കെ കൂട്ടാൻ ഇത് അടിപൊളിയാണ്. സ്പെഷ്യൽ റൈസ് ബോൾ. ഇതിനു വേണ്ടി നമുക്ക് കുറച്ച് അരിപ്പൊടി എടുക്കാം. ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഒഴിച്ച് നമുക്ക് ഈ ഉപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് അരിപ്പൊടിയിലേക്ക് ആഡ് ചെയ്യാം. ഒന്ന് കുഴച്ചെടുക്കാം. അരിപ്പൊടി ഉപ്പ് വെള്ളം ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. കൈ കൊണ്ട് കുഴച്ചെടുത്ത് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം. അതിന് ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ചെറിയ ക്യാരറ്റ്, ഒരു ബീട്രൂട്ട്, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അവ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. പിന്നെ എരിവിന് വേണ്ടി 2-3 പച്ചമുളക് അതും കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് ഒരു കുക്കർ എടുത്ത് ഈ വെജിറ്റബിൾസ് എല്ലാം അതിലിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. വെള്ളം ഒഴിച്ചു ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് ഒന്ന് മൂടി വെച്ച് നമുക്ക് വേവിപ്പിച്ചെടുക്കാം. നാലഞ്ച് വിസിൽ വന്നാൽ നമുക്കത് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ ഒരു മുട്ട പൊട്ടിച്ചെടുക്കാം. അതിലേക്ക് നമുക്ക് 2 സ്പൂണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. വെജിറ്റബിൾസ് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് ഇനി അതിൻ്റെ ഇറക്കി പോയാൽ നമുക്കതൊന്ന് തുറന്നെടുക്കാം. ഇപ്പോൾ നമുക്ക് മസാലയ്ക്ക് വേണ്ട വെജിറ്റബിൾസ് റെഡി ആയിട്ടുണ്ട്. ഇതാണ് ബീട്രൂട്ട് മസാല. ബീട്രൂട്ട്, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റൊക്കെ ഇട്ടുള്ളത്. ഇനി നമുക്കൊരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. അത് ചൂടായി വന്നാൽ നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഇനി വേവിപ്പിച്ച വെജിറ്റബിൾസും കൂടി ഇട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അതൊന്ന് ചതച്ചെടുക്കാം. നമുക്ക് വലിയ വലിയ പീസുള്ള വെജിറ്റബിൾസിൽ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമുക്ക് റൈസ് ബോൾ ഉണ്ടാക്കാം. കുഴച്ച് വെച്ച അരിയെടുത്ത് ഒന്ന് റൗണ്ട് ഷേപ്പിലാക്കി അതൊന്ന് പരത്തിയെടുത്ത് നമുക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾസ് സ്പൂൺ ഉപയോഗിച്ച് നമുക്ക് അതിൻ്റെ സെൻറ്ററിൽ വെച്ച് ഒന്ന് അരിയും 4 ഭാഗത്തേക്കും ആക്കി വെച്ച് ഒരു ബോളാക്കി വെക്കാം. ഒരു ബോളായി. രണ്ടാമത്തെ ബോളാണ്. അങ്ങനെ 4 ബോൾ ഉണ്ടാക്കിയിട്ട് 5 ബോൾ. ഇനി ഇതൊന്ന് വേവിപ്പിച്ചെടുക്കണം. അതിന് ഞാൻ ഒരു പാനിൽ കുറച്ച് വെള്ളം ഇട്ട് വെള്ളത്തിൽ മുക്കിയാണ് വേവിപ്പിച്ചത്. അല്ലെങ്കിൽ നമുക്ക് സ്റ്റീം വെച്ചിട്ട് വേവിപ്പിക്കാം. ഇഡ്ഡലി തട്ടിലോ വേറെ സ്റ്റീമർ ഉപയോഗിച്ചോ നമുക്കൊന്ന് വേവിപ്പിച്ചെടുക്കാം. ഞാൻ വെള്ളത്തിലിട്ടാണ് വേവിപ്പിച്ചത്. 5 ഉണ്ടയും വെള്ളത്തിലിട്ട് ഉണ്ട മുങ്ങുന്ന രീതിയിൽ വെള്ളം ഒഴിച്ച് കുറച്ച് സമയം മൂടി വെച്ച് വേവിപ്പിക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ട വെന്ത് വന്നിട്ടുണ്ട്. അതിനെ മാറ്റി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. 4 മാറ്റി 5-ാമത്തും കൂടി മാറ്റിയത്. ഇനി നമുക്ക് ഈ ഉണ്ട നമുക്ക് മുട്ട കോൺഫ്ലവർ മിക്സിയിലിട്ട് ഒന്ന്
ചുറ്റിച്ചെടുക്കാം. ഈ ഉണ്ടയിൽ മുഴുവനും എല്ലാ ഭാഗത്തും മുട്ടയുടെ മിക്സ് ആകുന്ന രീതിയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഇട്ട് ചൂടാക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് മുട്ട മിക്സ് ചെയ്ത അരിയുണ്ട ഒന്ന് ആഡ് ചെയ്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഭാഗം ഫ്രൈ ആകുമ്പോൾ ഒന്ന് ചുറ്റിച്ചെടുത്താൽ മതി. എല്ലാ ഭാഗത്തേക്കും വെളിച്ചെണ്ണ എത്തുന്ന രീതിയിൽ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറ്റി കൊടുത്താൽ എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഫ്രൈ ആയി കിട്ടും. എല്ലാ ഭാഗവും ഒന്ന് ഫ്രൈ ആയി കിട്ടും. ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള മുട്ടയും കൂടി അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചെടുക്കാം. മുട്ട കോൺഫ്ലവർ മിക്സ് ആണത്. ഇപ്പോൾ നമ്മുടെ സ്പെഷ്യൽ റൈസ് ബോൾ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുത്തത്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നമുക്ക് കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് റെഡ് ചില്ലി സോസാണ് ആഡ് ചെയ്തത്. റെഡ് ചില്ലി സോസ് ആഡ് ചെയ്ത് കാണാൻ അടിപൊളിയാണ്. അതുപോലെ കഴിക്കാൻ അടിപൊളിയാണ്. നിങ്ങൾക്ക് ഈ സ്നാക്സ് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പ്രൊഫൈൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസ് ഒന്ന് ക്ലിക്ക് ചെയ്യുക.